യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. പ്രിയ നന്ദഗോപന്റെ മകളല്ല എന്നുള്ളൊരു കേസ് ഒരിക്കൽ ഞാൻ തന്നെ കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളതാണ്. അന്ന് DNA ടെസ്റ്റിൽ വരെ കൃത്രിമം കാണിച്ച് റിസൾട്ട് തനിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ പ്രിയയ്ക്ക് കഴിഞ്ഞു എന്നത് തന്നെ അവരുടെ സ്വാധീനവും ക്രിമിനൽ പശ്ചാത്തലവും വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ സാക്ഷിവധത്തിന്റെ മറ്റൊരു സാക്ഷിയെ പോലീസ് അറസ്റ്റ് ചെയ്തതാണ്. പക്ഷേ അയാൾ ലോക്കപ്പിൽ വെച്ച് തന്നെ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. സാക്ഷിയുടെ അച്ഛൻ സേനാപതിയും അഡ്വക്കേറ്റ് നന്ദഗോപന്റെ സഹോദരൻ ശങ്കർറാമു ഉൾപ്പെടെയുള്ളവരുമായി കൂട്ടുചേർന്നാണ് ഇവർ ഇത്രയും കാലം ഈ ക്രൈമെല്ലാം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത്. സ്വത്തിനു വേണ്ടിയായിരുന്നു പ്രതിയുടെ ഈ പ്രവൃത്തികളെല്ലാം. നന്ദഗോപന്റെ യഥാർത്ഥ മകൾ പൂജയാണെന്നറിഞ്ഞാൽ സ്വത്തുക്കൾ നഷ്ടപ്പെടുമെന്നുള്ള ഭയത്താൽ കൃത്രിമമായി ആധാരമുണ്ടാക്കി പ്രിയ അത് രജിസ്റ്റർ ചെയ്യുക വരെ ഉണ്ടായി. ഇവരുടെ മുഴുവൻ ചെയ്തികളും വ്യക്തമാകുന്ന ഒരു വീഡിയോ ബഹുമാനപ്പെട്ട കോടതിക്ക് കാണാനായി ഞാൻ സമർപ്പിക്കുന്നു. ഇവരറിയാതെ നന്ദഗോപന്റെ വീട്ടിൽ വെച്ച് റെക്കോർഡ് ചെയ്തതാണ് ഈ വീഡിയോ. നന്ദഗോപൻ തന്റെ മകൾ പൂജയുടെ പേരിൽ സ്വത്തുവകകളെല്ലാം കഴിഞ്ഞ ദിവസം തീരാധാരം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. ആയതിനാൽ അഡ്വക്കേറ്റ് നന്ദഗോപൻ അറിയാതെ നടന്ന അന്നത്തെ തീരാധാരം റദ്ദാക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നു. അഡ്വക്കേറ്റ് നന്ദഗോപൻ, യുവർ ഓണർ. എന്തൊക്കെയാണോ ഈ കേൾക്കുന്നത്? പ്രഗത്ഭരായ വക്കീലന്മാരെ ഇങ്ങനെ പറ്റിക്കാമെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരെ ഇവരൊക്കെ കൂടി എന്ത് ചെയ്യും? യുവർ ഓണർ, അത് കുടുംബ ബന്ധങ്ങളുടെ കാര്യം വരുമ്പോ നമ്മളൊക്കെ അല്പം വീക്കായി പോവും. ശരി. താങ്ക് യു. ഈ കൃത്യങ്ങൾക്കെല്ലാം സൂത്രധാരിയായ പ്രിയ പ്രതിക്കൂട്ടിലേക്ക് കയറി നിൽക്കണം. താനും കൂടി കയറി നിന്നോളൂ, കൂട്ടുപ്രതിയല്ലേ. ഈ പറയുന്നതെല്ലാം ചെയ്തതാണല്ലോ അല്ലേ? പറ്റിപ്പോയി, മാപ്പാക്കണം. ഓ, ഇയാൾക്കെന്താ പറയാനുള്ളത്? ആരോപണല്ലേ വന്നിട്ടുള്ളൂ, വിചാരണയൊന്നും നടന്നിട്ടില്ലല്ലോ. ആ, നിയമമൊക്കെ നന്നായിട്ട് അറിയാമല്ലോ.